Hello friends, Nexa system's പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു അറ്റൻഡൻസ് മെഷീനും അതുപോലെ തന്നെ ഒരു ആക്സസ് കൺട്രോൾ മെഷീനുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ESSLന്റെ F22 എന്ന് പറഞ്ഞ ഒരു മോഡൽ ഡിവൈസ് ആണിത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ F12 എന്ന് പറഞ്ഞ മറ്റൊരു റീഡറും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു F22 മെഷീനും അതുപോലെ F12 എന്ന് പറഞ്ഞ ഈ ഒരു റീഡറും അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാനിത് പറഞ്ഞു, ഇതൊരു ആക്സസ് കൺട്രോൾ മെഷീനാണ്, അതുപോലെ തന്നെ ഒരു അറ്റൻഡൻസ് മെഷീനും കൂടെയാണ്. അപ്പോൾ ഈ ഡിവൈസിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് കാർഡും യൂസ് ചെയ്യാൻ പറ്റും, ID. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ESSLന്റെ തന്നെ K30 Pro എന്ന് പറഞ്ഞൊരു മെഷീൻ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അത് പറഞ്ഞു, ആ മെഷീനും ഇതുപോലെ തന്നെ നമുക്ക് ആക്സസ് കൺട്രോൾ മെഷീനായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ അറ്റൻഡൻസ് മെഷീനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, മെഷീൻ്റെ കേസിനകത്ത് ഇത് ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെഷീനാണ്, മറ്റത് ടച്ച് അല്ല, നമ്മൾ സാധാരണ ഒരു കീപാഡാണ് ഇത് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു K30 Pro എന്നുള്ള മെഷീൻ ഒരിക്കലും ഒരു റീഡർ സപ്പോർട്ട് ചെയ്യില്ല. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ അറ്റൻഡൻസ് മെഷീനും ആക്സസ് കൺട്രോൾ മെഷീനൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഡിവൈസ് നമ്മൾ ഡോറിന് വെളിയിലായിരിക്കും നമ്മൾ വെക്കുക. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഡിവൈസ് നമ്മൾ ഡോറിന് വെളിയിൽ വെച്ച് ഒരു സ്റ്റാഫ് വന്ന് ഫിംഗർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡോർ ഓപ്പൺ ആകുന്നു, നമ്മൾ അകത്ത് പോകുന്നു. അപ്പോൾ അകത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്നത്, അതായത് K30 Pro ആണ് നമ്മൾ വെച്ചേക്കണമെങ്കിൽ, ഇതുപോലത്തെ ഒരു റീഡർ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു എക്സിറ്റ് ബട്ടണായിരിക്കും വെച്ചിരിക്കുക. അപ്പോൾ ആ സമയത്ത് അകത്ത് നമ്മൾ ആ എക്സിറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ആരാണ് വെളിയിലോട്ട് പോയതെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. അതേസമയം ഈ ഒരു മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ പ്രസ് ചെയ്യുമ്പോൾ ഡോർ ഓപ്പൺ ആവുന്നു. അപ്പോൾ ഞാനാണ് വന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു റീഡർ എന്നുള്ളൊരു മെഷീനായിരിക്കും അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ബട്ടൺ വെക്കാം. ഈ റീഡറാണ് നമ്മൾ വെച്ചേക്കണമെങ്കിൽ നമ്മൾ വീണ്ടും കാർഡ് അല്ലെങ്കിൽ ഫിംഗർ ആയിരിക്കും പ്രസ് ചെയ്യുക. ആ സമയത്ത് ഞാൻ തന്നെയാണ് ഇറങ്ങിപ്പോയതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ K30 Pro എന്ന് പറഞ്ഞാൽ വില വളരെ കുറഞ്ഞിട്ടുള്ള ഒരു മെഷീനാണ്, അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഫീച്ചേഴ്സും കുറവാണ്. അപ്പോൾ അത് ഒരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസ് അല്ല, വൈഫൈ എനേബിൾഡ് അല്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ടച്ച് സെൻസിറ്റീവ് ആണ്, അതുപോലെ തന്നെ വൈഫൈ എനേബിൾഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ESSL F22 എന്ന് പറഞ്ഞ മെഷീൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതൊരു അറ്റൻഡൻസ് മെഷീനാണ്, അതുപോലെ തന്നെ ഒരു ആക്സസ് കൺട്രോൾ മെഷീൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു F22 മൗണ്ടിങ് പേപ്പർ എന്ന് പറഞ്ഞൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിത് വാളിലോട്ട് ഈ മെഷീൻ പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രൂ ഹോളാണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊരു സ്റ്റിക്കറാണ്, നമ്മൾ ഭിത്തിയിലേക്ക് അടിച്ച ശേഷം നമ്മളിവിടെ സ്ക്രൂ ഹോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഭിത്തിയിൽ കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതോട്ടിരിക്കട്ടെ. ഇതാണ് നമ്മുടെ F22 മെഷീൻ. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പാക്കിങ്ങിനാണ് ഇത് വന്നേക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ മെഷീൻ്റെ കൂടുതൽ ഒരു കാർഡ് കൂടെ വന്നിട്ടുണ്ട്, ഒരു പ്രോക്സിമിറ്റി കാർഡ്. നമുക്ക് അത് പിന്നെ നോക്കാം, അതോടെ ഇരിക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള, വളരെ കിഡിലം എന്ന് തന്നെ പറയാം, ഒരു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണിത് F22. ഇതിൻ്റെ ഫിംഗർ നമ്മൾ പ്രസ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഇതിൻ്റെ കീപാഡ് വരുന്നതെന്ന് വെച്ചാൽ ടച്ച് സെൻസിറ്റീവ് ആണ്, കീ ഒന്നും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അതുപോലെ ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് എടുത്തിട്ടില്ല, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കവർ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഇതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്, ഇതൊരു ആക്സസ് കൺട്രോൾ ടെർമിനലാണ്. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് 3 ആംപിയറിലാണ് ഇതിൻ്റെ പവർ സപ്ലൈ വരേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ. അതുപോലെ ഹ്യൂമിഡിറ്റി 20 to 80%.
അപ്പോൾ 0 ഡിഗ്രിക്ക് താഴെയൊക്കെ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിലൊന്നും ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളിലായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ആക്സസ് കൺട്രോൾ മെഷീനായിട്ട് സെറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ടെർമിനലിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ആണ് വാളിൽ നമ്മൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രൂവിൻ്റെ ഒരു ഹോളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു മെഷീനിലുള്ളത്. ഞാൻ ഈ ബാക്കി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കണമെന്ന് വെച്ചാൽ കുറേ സ്ക്രൂ ഡ്രൈവർ വരെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ നമുക്കത് വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ സെറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന കുറേ കേബിൾസാണ്. നമ്മളിത് ആക്സസ് കൺട്രോൾ മെഷീനായിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കേബിളുകളെല്ലാം നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേബിൾ ലേഔട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സസ് കൺട്രോൾ മെഷീൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഇത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ഒരു വാളിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൗണ്ടിങ് ടെംപ്ലേറ്റ് ആണ്. ഇത് ആദ്യം വാളിൽ മൗണ്ട് ചെയ്യുക. പിന്നെ ഇവിടെ 2 ലോക്കുകളുണ്ട്. ഈ 2 ലോക്കുകൾ വന്നിട്ട് ഈ താഴേന്ന് ഞാൻ പറഞ്ഞില്ല ഒരു സ്ക്രൂ വരുന്നെന്ന്, ആ സ്ക്രൂ ഇവിടെ കയറ്റിയിട്ട് ലോക്ക് ചെയ്യുകയാണ്. ഇങ്ങനെയാണത് മൗണ്ട് ചെയ്ത് നിൽക്കാൻ ഭിത്തിയിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു USB പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ USB പോർട്ട് യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിൽ അറ്റൻഡൻസ് മെഷീനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആളുകളുടെ ഡീറ്റെയിൽസ്, അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ആളുകളുടെ എൻട്രി കയറ്റണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന USB പോർട്ടാണിത്. നമുക്ക് അറ്റൻഡൻസൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ വഴി അല്ലാതെയും നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു USB പോർട്ടാണ് ഈ കൊടുത്തിരിക്കുന്ന USB പോർട്ട്. പിന്നെ ഈ ബോക്സിൻ്റെ കൂടെ വന്നിരുന്ന ഒരു കവർ ഇതിനകത്തുണ്ടായിരുന്നു, നമ്മൾ ആദ്യം മാറ്റി വെച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു പ്രോക്സിമിറ്റി കാർഡാണിത്. ഈ ഒരു പ്രോക്സിമിറ്റി കാർഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു ഫിംഗർ പ്രിൻറ്റ് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു, ഇതൊരു കാർഡും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ ഒരു കാർഡ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് റീഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോക്സിമിറ്റി കാർഡാണിത്. ഇത് നമ്മുടെ സ്റ്റാഫിൻ്റെ ID കാർഡൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാവുന്ന സ്ഥാപനങ്ങൾ ഇവിടെ എറണാകുളത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ID കാർഡായിട്ട് തന്നെ നമുക്ക് മാറ്റി തരും. അപ്പോൾ ഈ ഒരു കാർഡ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം മാത്രമേ ഫ്രീ ആയിട്ട് വന്നിട്ടുള്ളൂ. വേറെ അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോരുത്തരും ഒരു 50 രൂപ താഴെ, അതായത് ഒരു 35-40 രൂപ റേഞ്ചൊക്കെയാണ് ഇതിന് ഓരോ കാർഡിനും വില വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിവൈസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാൻ. ഇനി നമുക്ക് നമ്മുടെ F12 റീഡർ എന്നെടുക്കാം. ഇതാണ് നമ്മുടെ F12 റീഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ F12 റീഡർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ESSL ഇങ്ങനെ എല്ലാത്തിൻ്റെ മുകളിൽ ഒരു മൗണ്ടിങ് ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തോട്ടെന്ന് വെച്ചുകൊണ്ടാണ് ആദ്യം തന്നെ കൊടുത്തേക്കുന്നത്. അകത്തെങ്ങാനും കിടന്നു കഴിഞ്ഞാൽ പിന്നെ കാണാതെ പോയാലോ. ഇത് FR1200 മൗണ്ടിങ് പേപ്പർ, നമ്മളതിനെ F12 എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു മൗണ്ടിങ് ടെംപ്ലേറ്റ് അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഒരു ഡിവൈസ്. ഇതിനും ഇതുപോലെ തന്നെ കേബിൾസും സ്ക്രൂവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഭിത്തിയിലേക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസും ഇവിടെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു F12 റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കാർഡ് വെക്കണമെന്നുണ്ടെങ്കിൽ കാർഡ് നമുക്കിതിലിങ്ങനെ സ്കാൻ ചെയ്യാൻ പറ്റും. ഫിംഗർ വെക്കണമെങ്കിൽ ഫിംഗറും ഇതുപോലെ തന്നെ പ്രസ് ചെയ്യാൻ പറ്റും. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിവൈസാണ്. ഇതിൻ്റെ ബാക്കിൽ നിന്നൊരു കേബിൾ വരുന്നുണ്ട്. അത് നമ്മുടെ മെയിൻ മെഷീനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളാണ്. പിന്നെ നമ്മൾ വല്ല ഗ്ലാസ്സിലേക്കൊക്കെയാണ് ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ച പോലെ തന്നെ F22 വന്നിട്ടുണ്ടായിരുന്ന പോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു മൗണ്ടിങ് യൂണിറ്റാണ്. അത് നമ്മളിവിടെ ഇങ്ങനെ സ്ക്രൂ ഹോൾ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം നമുക്കിത് സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണിത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും പിന്നെ ഒരു കാർഡും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഒരു പ്രോക്സിമിറ്റി കാർഡും കൂടെ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിവൈസിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ, ഫ്ലാറ്റുകളിൽ എല്ലാം നമുക്ക് ആക്സസ് കൺട്രോളായിട്ടും അറ്റൻഡൻസ് മെഷീനായിട്ടും യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു ഡിവൈസാണിത്. അത് മാത്രമല്ല ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴും മറ്റു ഡിവൈസുകളെ അപേക്ഷിച്ച് നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ESSL ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചർ തന്നെയാണ്. ഒരുപാട് വർഷത്തെ, അതായത് ഒരു 17 വർഷത്തിന് മേലുള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനിയാണ്.
കൊടുത്തേക്കണം. അപ്പോൾ ഈ ഒരു മെഷീൻ നമ്മൾ ആക്സസ് കൺട്രോൾ മെഷീനായിട്ടും അതുപോലെ അറ്റൻഡൻസ് മെഷീനായിട്ടും പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഫിക്സ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഇൻസ്റ്റലേഷൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് ഇതിന്റെ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെഷീന്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 2 മെഷീൻ മാത്രമല്ലല്ലോ, നമുക്ക് ഇതിനകത്ത് ലോക്കുകൾ വരുന്നുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ ആക്സസ് കൺട്രോൾ മെഷീനിൽ ഉപയോഗിക്കുമ്പോൾ അത് ഗ്ലാസ് ആണ് ഡോർ വന്നേക്കണമെങ്കിൽ ഗ്ലാസ് ബോൾട്ട് ലോക്ക് ആയിരിക്കും. ഇനിയിപ്പോൾ അല്ലാതെ വുഡൻ ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അലുമിനിയം ഡോർ ആണെന്നുണ്ടെങ്കിൽ മറ്റ് ലോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ അതിന്റെ എൽ ക്ലാമ്പ്, യു ക്ലാമ്പ്, അങ്ങനെ പല ടൈപ്പ് ക്ലാമ്പുകളൊക്കെ നമുക്ക് വരും. പിന്നെ ഇതിന്റെ പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഇതിന് പവറൊക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ ലോക്കുകൾക്കുള്ള പവറൊക്കെ നമുക്ക് വേറെ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ടോട്ടൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു മെഷീൻ നമ്മൾ ഒരു ആക്സസ് കൺട്രോൾ മെഷീനായിട്ടോ അറ്റൻഡൻസ് മെഷീനായിട്ടോ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ബിലോ 25,000 ആണ് വരിക. അതേപോലെ തന്നെ നമ്മൾ മറ്റേ മെഷീനാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ K20 Pro K30 Pro ആണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആക്സസ് കൺട്രോൾ മെഷീനായിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 16,000 രൂപയ്ക്ക് താഴെയാണ് സാധാരണ കേസിൽ അത് വരിക. 16, 18 ആ ഒരു റേഞ്ചൊക്കെ വരും. അപ്പോൾ ആ ഒരു മെഷീൻ വയർഡ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ആവുന്നത് വയർലെസ് ആയിട്ടാണ്. അപ്പോൾ അതൊരു വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഷീനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.